പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഓരോ നിറച്ചാർത്തിന് ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. ആയുർവേദം എന്ന് വെച്ചാൽ ആയുസ്സിൻ്റെ വേദം അഥവാ ആയുസ്സിനെ പറ്റിയുള്ള വിജ്ഞാനം, അറിവ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആയുർവേദം ഒരു സമ്പൂർണ്ണ ജീവിതശാസ്ത്രമാണ്. ഒരുപാട് രോഗങ്ങളും അതിനെപ്പറ്റിയുള്ള ചികിത്സകളും എന്നുള്ളതിലുപരി എങ്ങനെ രോഗാവസ്ഥ ഇല്ലാതെ, രോഗം വരാതെ ആരോഗ്യവാനായി മുന്നോട്ട് നീങ്ങാം, എങ്ങനെ നമ്മുടെ ജീവിതം സ്വസ്ഥനായി മുന്നോട്ട് നീങ്ങാം എന്നുള്ളതിനെ പറ്റിയിട്ട് നിരവധി നിർദ്ദേശങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ രോഗാവസ്ഥയും അതിൻ്റെ ചികിത്സയിനെക്കാട്ടും കൂടുതൽ പ്രാധാന്യം ആയുർവേദത്തിൽ കൽപ്പിക്കുന്നത് രോഗ അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളെ പറ്റിയാണ്. നമുക്കറിയാം, ആദ്യകാലം മുതൽ മനുഷ്യൻ പ്രകൃതിയോടും കാലത്തിനോടും ഇണങ്ങിയിട്ട് അതിൽ വരുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളൊരു ജീവിത രീതിയായിരുന്നു അനുഷ്ഠിച്ചു വന്നിരുന്നത്. ഇപ്പോഴും ആ ജീവിത രീതികൾ അല്ലെങ്കിൽ ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുന്നൊരു രീതിയാണ് ഏറ്റവും ആരോഗ്യം നിലനിർത്താൻ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം. മാറുന്ന പ്രകൃതിക്കും കാലത്തിനനുസരിച്ചും നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ, വ്യതിയാനങ്ങളെ മനസ്സിലാക്കുക, അതിനനുസരിച്ച് വേണ്ട പ്രതിരോധങ്ങൾ വരുത്തുക, അത് രോഗാവസ്ഥയിലേക്ക് എത്താതിരിക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലും വൈദ്യന്മാർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് മനസ്സിലാവുന്ന രീതികളിലും നിരവധി നിർദ്ദേശങ്ങൾ ആയുർവേദത്തിൽ പല സ്ഥലത്തായിട്ടും ഈ വിഷയത്തിൽ ആസ്പദമാക്കി സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒക്കെയാണ് സാധാരണഗതിയിൽ ഒരു രോഗാവസ്ഥയിലെത്താൻ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നിലനിന്ന് വരുന്ന ഒരു സാമ്യാവസ്ഥ അല്ലെങ്കിൽ ഒരു സമീകരണാവസ്ഥയാണ് രോഗാവസ്ഥയിലേക്ക് എത്താതിരിക്കാനുള്ള നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി എന്ന് പറയുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം, വേണ്ട രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ പ്രതിരോധശേഷി എന്ന് പറയുന്നത്. ഈ പ്രതിരോധശേഷിയെ നിലനിർത്തുന്നത് ആയുർവേദ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ത്രിദോഷങ്ങളാണ്. വാതം, പിത്തം, കഫം എന്ന് പറയുന്ന നമ്മുടെ ത്രിദോഷങ്ങളാണ്. ഈ ദോഷങ്ങളുടെ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകളാണ് ഒരു രോഗാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ഈ ദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കി അതിനെ സമീകരിക്കാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മളെ ഈ രോഗാവസ്ഥയിലേക്ക് എത്താതെ രക്ഷിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആഹാരം, നമ്മുടെ പ്രവൃത്തികൾ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കി അതിന് യോജിച്ച രീതിയിൽ വേണ്ട പ്രതിവിധികൾ ചെയ്തു തീർക്കേണ്ടത്. അത്തരം ഒരുപാട് നിർദ്ദേശങ്ങൾ ഓരോ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ദിനചര്യ എന്ന് പറയുന്നതും ഓരോ കാലാവസ്ഥയിൽ ചെയ്യേണ്ടതും ഋതുചര്യ എന്നുള്ള പേര് കൊണ്ട് സൂചിപ്പിക്കുന്നതും അത്തരം ഒരുപാട് നിർദ്ദേശങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതേപോലെ
ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ചില ഔഷധ സസ്യങ്ങൾ. നമുക്ക് ചുറ്റും നമ്മുടെ പ്രകൃതിയിൽ ലഭിക്കുന്ന ചില ഔഷധ സസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രോഗാവസ്ഥയിൽ എത്താതെ നമുക്ക് സ്വസ്ഥനായി ആരോഗ്യവാനായി മുന്നോട്ട് ജീവിതം നയിക്കാൻ സാധിക്കും. അത്തരം നിരവധി ഔഷധങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ് ചിറ്റമൃത്. അമൃത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മരണത്തിൽ നിന്നും രക്ഷിക്കുന്നത് അല്ലെങ്കിൽ സ്വയം മരണമില്ലാത്തത് എന്നുള്ളതാണ്. ജീവജാലങ്ങളെ രോഗാവസ്ഥയിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അമൃത് ചെയ്യുന്നത്. അത് തന്നെയാണ് ആ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അമൃത് എന്നുള്ള ചെടി അല്ലെങ്കിൽ ഔഷധ സസ്യം ആയുർവേദത്തിൽ അറിയപ്പെടുന്നത് ഗുളൂച്ചി എന്നുള്ള വാക്കുകൊണ്ടാണ്. സംസ്കൃതത്തിലും ആയുർവേദത്തിൽ ഉടനീളവും ഗുളൂച്ചി എന്നുള്ള വാക്കുകൊണ്ടാണ് അമൃതിനെ സൂചിപ്പിക്കാറ്. അതുപോലെ തന്നെ നിരവധി പര്യായ പദങ്ങൾ അമൃതിനെ പറ്റി പറയുന്നുണ്ട്. അമൃതവല്ലി, ഗുളൂച്ചി, ചക്രലക്ഷണിക, അങ്ങനെ ഒരുപാട് പര്യായ പദങ്ങൾ സംസ്കൃതത്തിൽ തന്നെ അമൃതിനുണ്ട്. പ്രധാനമായിട്ടും അമൃത് എന്നുള്ള ചെടിക്ക് 2 വെറൈറ്റികളാണ് ഉള്ളത്. ചിറ്റമൃത് എന്ന് നമ്മൾ സാമാന്യമായി ഉപയോഗിക്കുന്നത്, ഔഷധങ്ങളായി ഉപയോഗിക്കുന്നത് ടീനോസ്പോറ കോർഡിഫോളിയ എന്നുള്ള ശാസ്ത്രീയ നാമമുള്ള ചെടിയാണ്. ഇത് മെനിസ്പെർമിയേസി എന്നുള്ള ഫാമിലിയിൽ ചേരുന്ന അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ആ വകഭേദത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ടീനോസ്പോറ കോർഡിഫോളിയ എന്ന് നമ്മൾ വിളിക്കുന്ന ചിറ്റമൃത്. ഇത് കൂടാതെ കാട്ടമൃത് എന്ന് പറഞ്ഞ് അതിൻ്റെ മറ്റൊരു വകഭേദം സാധാരണ രീതിയിൽ കണ്ടുവരാറുണ്ട്. ഇത് കൂടുതലും അങ്ങാടി മരുന്ന് കടയിൽ ചിറ്റമൃതിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു രീതിയായിട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കണ്ടുവരുന്നത്. ചിറ്റമൃതിനാണ് എപ്പോഴും ഔഷധ വീര്യം കൂടുതലുള്ളത്. ഔഷധങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കാൻ പറയുന്നതും ചിറ്റമൃത് തന്നെയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും പല യോഗങ്ങളിലും അല്ലെങ്കിൽ പല മരുന്നുകളിലും ചിറ്റമൃതിൻ്റെ അഭാവത്തിൽ ആണ് കാട്ടമൃത് ഉപയോഗിക്കുന്നത്. കാട്ടമൃതിൻ്റെ പേര് ടീനോസ്പോറിയ മലബാറിക്ക എന്നുള്ളതാണ്. അതും ഇതേ ഫാമിലിയിൽ ഇതേ കുടുംബത്തിൽ വരുന്നതാണെങ്കിൽ പോലും താരതമ്യേന ഔഷധവീര്യം കൂടുതലുള്ളത് ടീനോസ്പോറ കോർഡിഫോളിയയ്ക്കാണ്. ചിറ്റമൃത് കൂടുതലും ഔഷധങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നത് ഈ വെറൈറ്റിയാണ്. ഈ ചെടിയുടെ ഒരു സാമാന്യ നമ്മൾ കണ്ടുവരുന്ന ഒരു രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വള്ളിച്ചെടി, ഒരു ആരൂഹി സസ്യം എന്നാണ് പറയാറുള്ളത്. നമ്മുടെ വൃക്ഷങ്ങളിൽ, വലിയ വൃക്ഷങ്ങളിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന രീതിയിൽ ഒരു വള്ളി പോലെ പിണഞ്ഞു കിടക്കുന്ന രീതിയിലാണ് ഇത് സാധാരണ രീതിയിൽ കണ്ടുവരാറുള്ളത്. കേരളത്തിൻ്റെ പോലെയുള്ള ഒരു ഉഷ്ണതാപ മേഖലയിലുള്ള കാലാവസ്ഥയിലാണ് കൂടുതലും ഈ സസ്യം കണ്ടുവരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ചെറിയ ലതകൾ മുതൽ 10 മീറ്ററോളം വരുന്ന നമ്മുടെ കൈത്തണ്ടിൻ്റെ വലിപ്പം വരുന്ന വരെയുള്ള ഒരു പലതരത്തിലുള്ള ലതാദികൾ നമുക്ക് കണ്ടുവരാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പക്വമായിട്ടുള്ള ഈ ലതകൾ അല്ലെങ്കിൽ തണ്ടുകളാണ് ഔഷധത്തിനായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. ഈ ആരൂഹി സസ്യം കൂടുതലും വലിയ വനമേഖലയിലുള്ള വലിയ വൃക്ഷങ്ങളിൽ ചുറ്റിപ്പിണഞ്ഞാണ് സാധാരണമായി ലഭ്യമാകുന്നത്. ഈ സസ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന അംശം എന്ന് പറയുന്നത് അതിൻ്റെ തണ്ട് തന്നെയാണ്. തണ്ടിന് പുറമെ ഒരു കവറിങ് പോലെ അതിൻ്റെ തൊലിയുണ്ട്. അതേപോലെ ആ തൊലി മാറ്റിക്കഴിഞ്ഞാൽ തണ്ടിൻ്റെ മിനുസമായ ഭാഗം കാണാം. വളരെ നീരുള്ള, അതായത് ഞെക്കിയാൽ നീര് വരുന്ന രീതിയിലുള്ള ഫ്രഷ് ആയിട്ടുള്ള തണ്ടുകളാണ് കൂടുതലും മരുന്നുകളിൽ ഉപയോഗിക്കുന്നത്. അത് തന്നെ ഉണങ്ങിയ വശങ്ങൾ ഉപയോഗിക്കുന്ന യോഗങ്ങൾ വേറെയുമുണ്ട്. കൂടുതലും ഗുളൂച്ചി അല്ലെങ്കിൽ അമൃത് എന്ന് പറയുന്നത് ഫ്രഷായിട്ട് അപ്പോൾ ഉപയോഗിക്കുന്ന സസ്യമാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീനോസ്പോറ കോർഡിഫോളിയ ആണ്. നമുക്ക് കൂടുതലും ആൽക്കലോയിഡ്സ്, ഇപ്പോൾ പുതിയ ശാസ്ത്രഭാഷയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ശാസ്ത്രഭാഷയിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ആൽക്കലോയിഡ്സ് അല്ലെങ്കിൽ വേണ്ട സത്തുകൾ അടങ്ങിയിരിക്കുന്നത് ടീനോസ്പോറ കോർഡിഫോളിയയിലാണ്. ഈ ചെടിയുടെ ഇലകളും വേരുകളും ചില യോഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്നാലും പ്രധാനമായിട്ടുള്ള ഉപയോക്ത അംഗം എന്ന് പറയുന്നത് അതിൻ്റെ തണ്ട് തന്നെയാണ്. അമൃത് എന്നുള്ള ചെടിയുടെ ഇലകൾ എന്ന് പറയുന്നത് ഹൃദയാകാരമുള്ള ഹാർട്ട് ഷേപ്പ് ഇലകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ തണ്ടിൽ നിന്നും പർവ്വശിഖരങ്ങളിൽ നിന്നുമാണ് ഇലകൾ പൊട്ടിപ്പുറപ്പെടുക. ആ രീതിയിലാണ് ഈ ചെടിയുടെ വളർച്ച ഉണ്ടാവുന്നത്. ഈ പർവ്വശിഖരങ്ങളുടെ തൊട്ട് താഴ്ഭാഗത്തു നിന്നും ആ തണ്ട് മുറിച്ച് നമ്മളത് മാറ്റി നടുമ്പോൾ
അത് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ പുതിയ ചെടിയായി വളർന്ന് മുന്നോട്ട് പോയി ഉണ്ടാവുന്നതാണ്. ഇതിനെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ ഈ ചെടി കൃഷി ചെയ്യാനും വളരെ എളുപ്പത്തിൽ സാധിക്കും. ആയത് കാരണം തന്നെ നമുക്ക് ഇത് ശേഖരിച്ച് സ്വന്തം ഔഷധത്തോട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തോട്ടങ്ങളിൽ ഇതിനെ നട്ടു വളർത്താനും യാതൊരുവിധ ബുദ്ധിമുട്ടും കാണുന്നില്ല. അമൃത് എന്നുള്ള ഔഷധത്തിൻ്റെ അതല്ലെങ്കിൽ അതിൻ്റെ സ്വാദിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. രസം അല്ലെങ്കിൽ സ്വാദ് ഒരു ഔഷധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അമൃത് എന്നുള്ള ചെടി തിക്തം, അതായത് കയ്പ്പ് രസപ്രധാനവും എരിവ് കടു രസപ്രധാനമാണ്. ആയുർവേദത്തിൽ ഒരു ഔഷധത്തിൻ്റെ രസം അടിസ്ഥാനമാക്കിയിട്ടാണ് അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു വരാറ്. അതിൽ അമൃത് എന്നുള്ള ചെടിയുടെ ഔഷധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രസമാണ് കയ്പ്പ്, എരിവ്. ഈ രസത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഔഷധത്തിൻ്റെ ഗുണം നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ അമൃതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഉഷ്ണ ഗുണമാണ്. ശരീരത്തിൽ താപം താപം നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് അമൃത് എന്നുള്ള ഔഷധത്തിനുള്ളത്. നമുക്കറിയാം, നമുക്ക് പനി വരുമ്പോഴോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ താപത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനമായി സഹായകരമാവുന്നത് ഈ ചിറ്റമൃത് എന്നുള്ള ഔഷധമാണ്. ശരീരത്തിൻ്റെ താപക്രമം എന്ന് മാത്രമല്ല, രക്തശുദ്ധി വരുത്താൻ, അതേപോലെ പ്രമേഹം എന്നുള്ള രോഗത്തിൽ നമ്മുടെ ഷുഗർ ലെവലുകൾ നിയന്ത്രിക്കാൻ ഒക്കെ ഈ അമൃത് എന്നുള്ള ഔഷധം വളരെയധികം ഉപയോഗപ്രദമാണ്. ഏറ്റവും പ്രധാനമായി അമൃതിൻ്റെ ഉപയോഗം ശരീരത്തിൽ വരുന്നത് ജ്വരം അഥവാ പനിക്കുള്ള ചികിത്സയിൽ തന്നെയാണ്. പനി വരുമ്പോൾ ശരീരത്തിലുണ്ടാവുന്ന ഉഷ്ണതാപമായിട്ടുള്ള ഈ ഉഷ്ണഗുണമാണെങ്കിൽ പോലും നമുക്ക് ജ്വരം അല്ലെങ്കിൽ പനീനെ നിയന്ത്രിക്കാൻ ഗുളൂച്ചി അല്ലെങ്കിൽ അമൃത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം. പലതരത്തിലുള്ള പനികൾ ഇപ്പോൾ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കോവിഡിന് പോലും ആയുർവേദത്തിൽ അത് പ്രതിരോധിക്കാനും അല്ലെങ്കിൽ കോവിഡ് എന്നുള്ള രോഗബാധിതർക്ക് പോലും പനി വരുന്ന ഒരവസ്ഥയിൽ നമ്മൾ അമൃത് പല രൂപത്തിൽ കഷായമായിട്ടും പൊടിയായിട്ടും ഒക്കെ നൽകി വരുന്നുണ്ട്. അതുകൊണ്ട് ശരീരത്തിൻ്റെ താപ നിലനിർത്തൽ അല്ലെങ്കിൽ ഉഷ്ണ താപത്തിൻ്റെ ക്രമീകരണം എന്നുള്ളതാണ് ഗുളൂച്ചി അല്ലെങ്കിൽ അമൃതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം. ഇതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ രക്തശുദ്ധി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ കാലത്ത് പല രീതിയിലുള്ള രക്തദുഷ്ടികൾ ശരീരത്തിൽ കടന്നു കൂടുന്നുണ്ട്. നമ്മുടെ തെറ്റായിട്ടുള്ള രീതിയിൽ ആഹാരക്രമം കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും വരുന്ന ചെറിയ ചെറിയ കാര്യം കൊണ്ടും വരുന്ന രക്തത്തിൽ വരുന്ന ദുഷ്ടി ആണ് നമുക്ക് പല പല ഗുരുതരമായിട്ടുള്ള ത്വക്ക് രോഗങ്ങളിൽ പോലും അനുഭവപ്പെട്ടു വരുന്നത്. ആ രക്തദുഷ്ടീനെ ഒഴിവാക്കാനും അല്ലെങ്കിൽ രക്തശുദ്ധി വരുത്താനും ചിറ്റമൃത് വളരെ വളരെ ഉപയോഗപ്രദമാണ്. വൃക്ക രോഗങ്ങൾ, അതേപോലെ മഞ്ഞപ്പിത്തം പോലത്തുള്ള രക്തത്തിൽ വരുന്ന മാറ്റം വരുന്ന ചില ഘടകങ്ങളിൽ മാറ്റം വരുത്തുന്ന ഒരു അസുഖങ്ങളിൽ പോലും അമൃതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ചിറ്റമൃതിൻ്റെ നിരവധി ഔഷധ പ്രയോഗങ്ങൾ ആയുർവേദത്തിൽ ഉടനീളം പറയുന്നുണ്ട്. കഷായങ്ങളായിട്ടും പൊടികളായിട്ടും ഗുളികയായിട്ടും ഒരുപാട് യോഗങ്ങൾ അല്ലെങ്കിൽ ഔഷധ പ്രയോഗങ്ങൾ ശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ആണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അമൃതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ ഗുണം പനിയിൽ തന്നെയാണ്. പനി, ജലദോഷം എന്നിവയുടെ ആദ്യഘട്ടത്തിൽ തന്നെ അമൃതിൻ്റെ പച്ചയായ വള്ളിയുടെ ഇടിച്ചു പിഴിഞ്ഞ നീര് 10 മില്ലി അല്ലെങ്കിൽ 15 മില്ലി, അര ഔൺസ് എന്ന് വേണമെങ്കിൽ ഏകദേശം പറയാം, 10-15 മില്ലി ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ഒരല്പം തേൻ ചേർത്ത് രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് അത്യുത്തമമാണ്. പനി, ജലദോഷം എന്നിവ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ തുടർച്ചയായ സേവനം കൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. പനിയുടെ ഏറ്റവും അഗ്രമായ ഔഷധമാണ് അമൃത് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. പനിക്ക് കൊടുക്കുന്ന എല്ലാ ഔഷധ യോഗങ്ങളിലും അമൃതിൻ്റെ നിറസാന്നിധ്യം നമുക്ക് ആയുർവേദത്തിൽ ഉടനീളം കാണാൻ സാധിക്കും.
അതേപോലെ മറ്റൊരു ഔഷധ പ്രയോഗമാണ് വൃക്ക രോഗങ്ങളിൽ വരുന്ന ശരീരത്തിൽ മുഖത്തും കണ്ണിന് താഴെയും കാണുന്ന നീർക്കെട്ടുകൾ പോവാനും അമൃതിൻ്റെ പ്രയോഗം വളരെ അത്യുത്തമമാണ്. പനിയിൽ പറഞ്ഞ പോലെ തന്നെ പച്ചയായ അമൃതിൻ്റെ വള്ളി ഇടിച്ചു പിഴിഞ്ഞ് 10 മില്ലി നീരെടുത്ത് രാവിലെയും വൈകിട്ടും വെറും വയറ്റിൽ ഒരല്പം തേൻ ചേർത്ത് സേവിക്കുന്നത് കൺപോളകൾക്ക് താഴെ കെട്ടിക്കിടക്കുന്ന നീര് അല്ലെങ്കിൽ മറ്റ് സന്ധികളിൽ കണ്ടുവരുന്ന നീര് പോവാൻ വളരെയധികം സഹായിക്കും. വൃക്കരോഗങ്ങൾ കൂടാതെ നീര് വരുന്ന മറ്റേതവസ്ഥയിലും നമുക്ക് ഈ അമൃതിൻ്റെ പ്രയോഗം ഉപയോഗിക്കാം. പ്രമേഹം, രക്തവാതം പോലെയുള്ള ചില സന്ദർഭങ്ങളിൽ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചുട്ടുനീറ്റൽ, അസഹനീയമായ ചുട്ടുനീറ്റൽ അനുഭവപ്പെടുന്ന രോഗാവസ്ഥകൾ പല രോഗികളും പറയാറുണ്ട്. അത്തരം ചുട്ടുനീറ്റലുകൾ നമുക്ക് കുറയ്ക്കാൻ അമൃത് വളരെ ഉപയോഗപ്രദമാണ്. അമൃതിൻ്റെ വള്ളി ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് നല്ലപോലെ കഴുകി അത് താഴാൻ അനുവദിക്കുമ്പോൾ അതിൽ നിന്ന് അടിഞ്ഞു വരുന്ന നൂറ്, അതായത് സത്വം എന്ന് നമ്മൾ പറയുന്ന, അത് വളരെ ചെറിയ അളവിൽ, നിസ്സാരമായ അളവിൽ 250 മില്ലിഗ്രാം, ഞാൻ വീണ്ടും പറയുന്നു 250 മില്ലിഗ്രാം എന്നുള്ള അളവിൽ, വളരെ ചെറിയ അളവിൽ 3 നേരം സേവിക്കുന്നത് ഇത്തരം ശരീരത്തിലെ ചുട്ടുനീറ്റലുകൾ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതേ സത്വം അല്ലെങ്കിൽ നൂറ് എന്ന് പറയുന്നത് വിളർച്ച രോഗങ്ങൾക്കും നമ്മുടെ അലർജി പോലെയുള്ള ശരീരത്തിൻ്റെ അമിത പ്രതിരോധശേഷി അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം കൂടിയതുകൊണ്ടുണ്ടാവുന്ന തുമ്മൽ മുതലായിട്ടുള്ള അലർജി എന്ന് നമ്മൾ പൊതുവെ പറയുന്ന രോഗാവസ്ഥയിലും ഈ നൂറിൻ്റെ ഉപയോഗം വളരെയധികം ഗുണപ്രദമാണ്. പനി, രക്തവാതം കൂടാതെ നമ്മൾ മഞ്ഞപ്പിത്തത്തിൽ ഈ ഗുളൂച്ചി അഥവാ അമൃതിൻ്റെ പ്രയോഗം വളരെയധികം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കഷായ യോഗങ്ങളായിട്ടും അതല്ലാതെ ഈ ഇടിച്ചു പിഴിഞ്ഞ നീരായിട്ടും അമൃത് മഞ്ഞപ്പിത്തം മുതലായിട്ടുള്ള രോഗാവസ്ഥയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് കൂടാതെ ഇന്നത്തെ ഏറ്റവും ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് പുതിയ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ റിസർച്ചുകൾ, ഗവേഷണാടിസ്ഥാനത്തിൽ അമൃതിനെ പറ്റി നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ചില ഗുണപ്രയോഗങ്ങൾ കൂടി അമൃതിന് വളരെ അധികം പ്രാധാന്യം നൽകുന്നുണ്ട്. കുട്ടികളിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അവരുടെ IQ ലെവൽ വർദ്ധിപ്പിക്കാനും മറ്റ് പഠനശേഷികൾ വർദ്ധിപ്പിക്കാനും ഈ അമൃതിൻ്റെ ഉപയോഗം ഫലപ്രദമാണ് എന്ന് ഇപ്പോഴത്തെ ശാസ്ത്രത്തിൽ തെളിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ വീട്ടമ്മമാർക്ക് സാധാരണഗതിയിൽ വരുന്ന ഈ അലർജി ഇത്യാദി നമ്മൾ നേരത്തെ പറഞ്ഞ അലർജി അല്ലെങ്കിൽ തുമ്മൽ, തൊലിപ്പുറത്ത് കണ്ടുവരുന്ന ചൊറിച്ചിലുകൾ, ഇത്തരം കാര്യങ്ങൾക്ക് അമൃതിൻ്റെ ഉപയോഗം പല രീതിയിൽ നമ്മൾ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് കൂടാതെ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ഔഷധങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ പറയുന്ന ഒരു ഔഷധമാണ് അമൃത്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി സാമാന്യ രീതിയിൽ അമിതമാവാതെയും കുറഞ്ഞു പോവാതെയും സാധാരണ സമീകൃത അവസ്ഥയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ചുക്ക്, മല്ലി, ചിറ്റമൃത് ഇത്യാദി ഔഷധങ്ങൾ നിത്യേന കുടിക്കുന്ന വെള്ളത്തിൽ അമൃതിൻ്റെ ഉപയോഗം വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ സ്ത്രീകൾ അനുഭവിച്ചു വരുന്ന 40-45 വയസ്സ് പ്രായം ആയി വരുമ്പോൾ അവരനുഭവിച്ചു വരുന്ന സന്ധികളിലെ വേദന, തുമ്മൽ, ജലദോഷം, തൊലിപ്പുറത്തുള്ള ചൊറിച്ചിലുകൾ, ഇത്തരം കാര്യങ്ങൾ വലിയ അല്ലെങ്കിൽ മോശമായിട്ടുള്ള അവസ്ഥയിൽ പോവാതെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഈ രീതിയിലും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് അമൃതിനെ ഉപയോഗിക്കാം. അമൃതിൻ്റെ അകത്തേക്കുള്ള പ്രയോഗങ്ങൾ കൂടാതെ പുറമേ വരുന്ന തൊലിപ്പുറത്ത് വരുന്ന ചെറിയ ചൊറി, ചിരങ്ങ് അല്ലെങ്കിൽ തലയിൽ വരുന്ന താരൻ പോലത്തെ വിഷയങ്ങൾക്ക് അതിനോട് യോജിച്ച് വരുന്ന മരുന്നുകൾ കൂട്ടിച്ചേർത്ത് എണ്ണ കാച്ചി ഉപയോഗിക്കുന്ന രീതിയും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ചുട്ടുനീറ്റൽ പോലത്തെ പ്രയാസങ്ങൾ വരുന്ന അവസ്ഥകളിൽ
നീര് വറ്റിയതിന് ശേഷം, നീര് വാർന്നതിന് ശേഷം അമൃത് അടങ്ങി വരുന്ന എണ്ണകൾ ധാര പോലെ അല്ലെങ്കിൽ ലേപനം പോലെ ചെയ്യുന്നത് ഈ ചുട്ടുനീറ്റലിൻ്റെ അവസ്ഥ കുറയ്ക്കാൻ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ തലയിൽ വരുന്ന ചിരങ്ങ് മുതലായിട്ടുള്ള കരപ്പൻ്റെ ചില വകഭേദങ്ങളിലും നമുക്ക് അമൃത് ഉപയോഗിച്ച് കാച്ചുന്ന എണ്ണകൾ പുറമേ ഉപയോഗിക്കുന്നത് കണ്ടുവരുന്നുണ്ട്. ഇത് കൂടാതെ അമൃത് ഉപയോഗിച്ച് വരുന്ന ധാരാളം മരുന്ന് യോഗങ്ങൾ, ഔഷധ യോഗങ്ങൾ ആയുർവേദത്തിൽ സഹസ്രയോഗം അല്ലെങ്കിൽ ചരകസംഹിത മറ്റ് ഗ്രന്ഥങ്ങളിൽ വളരെയധികം യോഗങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മൾ സ്ഥിരമായി പല രോഗാവസ്ഥയിലും ഉപയോഗിക്കുന്നത് ഗുളൂച്യാദി കഷായം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട യോഗമാണ്. കഷായ യോഗങ്ങളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കഷായ യോഗമാണ് പനി മുതൽ മഞ്ഞപ്പിത്തം, രക്തവാതം, പ്രമേഹം മുതലായ പലതരം രോഗാവസ്ഥയിലും ഉപയോഗിച്ച് വരുന്നൊരു പ്രധാനപ്പെട്ട യോഗമാണ് ഗുളൂച്യാദി കഷായം. അതുകൂടാതെ അമൃതാദി ചൂർണം, അങ്ങനെ നിരവധി യോഗങ്ങൾ അമൃത് അടങ്ങിയിട്ടുള്ളത് ആയുർവേദത്തിൽ വളരെയധികം പ്രാഗൽഭ്യത്തിൽ പോയി വരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്ത് വരുന്നുണ്ട്. ഇത്രയൊക്കെ ഔഷധ ഗുണങ്ങളും അല്ലെങ്കിൽ ഔഷധ യോഗങ്ങൾ വിവരിച്ചെങ്കിലും ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ട കാര്യം നമ്മുടെ രോഗാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കി അത് മൂർച്ഛിക്കുന്നതിന് മുൻപുള്ള അവസ്ഥ വരെ ഈ ഔഷധ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങളുടെ പലതരം ഉപയോഗങ്ങൾ നിത്യജീവിതത്തിൽ ആവാം. എന്നാൽ തുടർച്ചയായി ഏതൊരു ഔഷധം സേവിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ കൃത്യമായ രോഗാവസ്ഥയ്ക്ക് കൃത്യമായിട്ടുള്ള മരുന്ന് നിർണ്ണയിക്കാൻ വേണ്ടി എപ്പോഴും ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കുക. അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഔഷധ സസ്യങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ പാടുള്ളൂ. അതല്ലാതെ നമ്മൾ തുടർച്ചയായിട്ട് ഇതിങ്ങനെ സേവിച്ചുകൊണ്ടിരുന്ന് ഇന്ന രോഗാവസ്ഥയ്ക്ക് ഇന്നത് നല്ലത് എന്ന് പറയുന്നത് ചില അവസ്ഥകളിൽ യോജിച്ചു വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഔഷധ പ്രയോഗങ്ങൾ രോഗാവസ്ഥയ്ക്ക് മുൻപുള്ള അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം ചെറിയ തോതിൽ നഷ്ടപ്പെട്ടു വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കുക എന്നുള്ളൊരു അവസ്ഥ വരെ മാത്രം ആയിട്ട് ചുരുക്കുക. രോഗാവസ്ഥയും അതിൻ്റെ ചികിത്സയും എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.